ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദളപതി വിജയ് നായകനായി എച്ച് വിനോദ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂലൈ 23-ന് തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ജനനായകൻ. ചിത്രം 14 ദിവസം പിന്നിട്ട് മൂന്നാമത്തെ വ്യാഴാഴ്ച കൂടിയ 15-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. നിലവിൽ തമിഴ്നാട്ടിൽ ഇപ്പോഴും വളരെ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഈ സിനിമ കേരളത്തിൽ ഇന്നലെ കളക്ട് ചെയ്തത് 11 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 19 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി ഇന്നലെ കളക്ട് ചെയ്തത് 2,48 ലക്ഷം രൂപയാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ സിനിമ 146,27 റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കർണാടകയിൽ 31,18 രൂപയും കേരളത്തിൽ 16,49 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 323 കോടി രൂപയുമാണ്. അതേസമയം ജനനേത എന്ന പേരിൽ തിയേറ്ററിലെത്തിയ ഹിന്ദി പതിപ്പിന്റെ 14 ദിവസത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അത് പ്രകാരം ഹിന്ദി പതിപ്പ് കരസ്ഥമാക്കിയിരിക്കുന്നത് 22,02 രൂപയാണ്. ഇവിടെ നിന്നും ഷെയറായി കിട്ടിയിരിക്കുന്നത് 9,76 രൂപയാണ്. 4,50 രൂപയ്ക്ക് തിയേറ്ററൈസ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമ ഇവിടെ നിന്നും 5,26 രൂപ ലാഭം നേടിയിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും ഹിന്ദി മേഖലയിലും ഈ സിനിമ വിജയകരമായി മാറിയിരിക്കുകയാണ്. ഇന്ന് വ്യാഴാഴ്ചയിലെ അഡ്വാൻസ് ബുക്കിംഗിലേക്ക് വന്നാൽ തമിഴ്നാട്ടിൽ ഇന്ന് 84 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ജനനായകനെ അപേക്ഷിച്ച് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ഹോളിവുഡ് സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ ഇന്ന് വ്യാഴാഴ്ച പ്രീസെയിൽ കൂടുതലാണ്. സ്പൈഡർമാൻ തമിഴ്നാട്ടിൽ ഇന്ന് പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത് 1,10 രൂപയാണ്. അതേസമയം കേരളത്തിൽ സ്പൈഡർമാൻ ഇന്നലെ കളക്ട് ചെയ്തത് 1,50 രൂപയായിരുന്നു. അങ്ങനെ 28,10 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്നലെ ബുധനാഴ്ച 3D എക്സ്പെൻസ് ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തത് 22 കോടി രൂപയാണ്. അങ്ങനെ 432 കോടി രൂപയാണ് ഇന്ത്യയിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ദി ഒഡീസി എന്ന ഹോളിവുഡ് സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 17 ലക്ഷം രൂപയാണ്. അങ്ങനെ 20 ദിവസം കൊണ്ട് കേരളത്തിൽ 12,34 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 206,67 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഷെയറായി കിട്ടിയിരിക്കുന്നത് 88,47 രൂപയാണ്. ജൂലൈ 31-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഉന്മാദം. കുഞ്ചാക്കോ ബോബൻ നായകനായി കിരൺദാസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സാബുമൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, സുധീഷ് എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 31 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 3,65 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസായി 5,38 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ആദിത്യ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത് ജൂലൈ 30-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്ലൂട്ടോ. അൽതാഫ് സലീം, നീരജ് മാധവ്, ആഷ ചാന്ദിനി ബൈജു, അജു വർഗീസ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 10,20,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 1,17 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 1,27 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 1,55 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. കരവാലി എന്ന കന്നഡ സിനിമയുടെ 13 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നലെ ഈ സിനിമ കർണാടകയിൽ കളക്ട് ചെയ്തത് 18 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി 13 ദിവസം കൊണ്ട് 7,56 രൂപ നേടിയെടുത്തിട്ടുണ്ട്. 3,59 രൂപ ഷെയറായും കിട്ടിയിട്ടുണ്ട്. 4,60 ബ്രേക്ക് ഈവൻ പോയിട്ടുള്ള ഈ സിനിമ 78% തിയേറ്റർ റിക്കവറി നേടിക്കഴിഞ്ഞു. രാജേഷ് ഖന്ന തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂലൈ 31 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന തെലുങ്ക് സിനിമയുടെ 6 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമയിൽ ശ്രീനിവാസ് അവസരള, ജഗപതി ബാബു, അഭിനയ എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമ തെലങ്കാനയിൽ നിന്ന് 6 ദിവസം കൊണ്ട് 69 ലക്ഷം രൂപയും ആന്ധ്രയിൽ 50 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. കർണാടകയിൽ കളക്ട് ചെയ്തത് 9,50,000 രൂപയാണ്. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസായി 6 ദിവസം കൊണ്ട് 1,29 രൂപ നേടിയെടുത്തിട്ടുണ്ട്. അജയ് ഭൂപതി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂലൈ 30-ന് തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ശ്രീനിവാസ മങ്കാപുരം. ചിത്രത്തിൽ ജയകൃഷ്ണ, റാഷ തടാനി, മോഹൻ ബാബു, ബ്രഹ്മാജി എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമ 7 ദിവസം കൊണ്ട് ആന്ധ്രയിൽ 3,96 രൂപയും തെലങ്കാനയിൽ 2,45 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. കർണാടകയിൽ 35 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 7,57 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് 25 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ 7 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 7,82 രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.